ഭിന്നശേഷിയുള്ള കായിക താരങ്ങൾക്കായി ആലപ്പുഴയിലെ വേമ്പനാട്ടുകായലിലെ ഏറ്റവും വീതിയുള്ള 10 കിലോമീറ്ററോളം ദൂരം ഒരു കൈകൊണ്ട് നീന്തിക്കടക്കാൻ കൈനകരിയിലെ ബാബുരാജ് തയ്യാറാകുന്നു. റഷ്യയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ഭിന്നശേഷിയുള്ളവർക്കായുള്ള ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ച ഏക മലയാളിയാണ് ബാബുരാജ്. ശാരീരിക വെല്ലുവിളി നേരിടുന്ന കായിക താരങ്ങൾക്ക് വേണ്ടി വേമ്പനാട് കായൽ ഒരു കൈകൊണ്ട് നീന്തിക്കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൈനഗിരിക്കാരൻ ടി.ഡി. ബാബുരാജ്. റഷ്യയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ നീന്തൽ മത്സരത്തിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ച ഏക മലയാളിയുമാണ് ഇദ്ദേഹം. റഷ്യൻ യാത്രയ്ക്കായുള്ള പണം കണ്ടെത്താനുള്ള ശ്രമത്തിനിടെ പ്രതിസന്ധികൾ മുങ്ങുമെന്ന് തോന്നിയപ്പോഴാണ് കാണികളെ നിർത്തിക്കൊണ്ട് വേമ്പനാട്ട് കായലിന്റെ ഏറ്റവും വീതിയുള്ള കുമരകം മുഹമ്മ 10 കിലോമീറ്റർ ദൂരം നീന്തിക്കടക്കാനായി ബാബുരാജ് ഒരുങ്ങുന്നത്. വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഒരു കൈ പൂർണ്ണമായും ഉപയോഗപ്രദമല്ല. അതിൻ്റെതായിട്ടുള്ള ഒരു കമ്പും ഒരു തുഴയും വെള്ളത്തിലിടുന്നതിൻ്റെ ആയിട്ടുള്ള വ്യത്യാസമുണ്ട്. ബോഡി ബാലൻസിങ് നമുക്കൊരിക്കലും സാധ്യമല്ല. പിന്നെ ഒരു മനോബലത്തിൻ്റെയും ഒരു ദൈവാനുഗ്രഹത്തിൻ്റെയും ശക്തമായ ഒരു പ്രാക്ടീസിൻ്റെയും അടിസ്ഥാനത്തിൽ കുമരകം മുഹമ്മ നീന്തിക്കടക്കും. 12ാം വയസ്സിൽ മരത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ ബാബുരാജിന്റെ ഇടതു കൈ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ഓപ്പറേഷൻ ചെയ്തെങ്കിലും ദുർബലമായി ശോഷിച്ചു. എന്നാൽ കുട്ടനാട്ടുകാരന്റെ കരുത്തിൽ നീന്തൽ മത്സരങ്ങളിൽ ബാബുരാജ് പരിക്കിനു ശേഷവും സ്ഥിര സാന്നിധ്യമാവുകയായിരുന്നു. ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ, ആലപ്പുഴ.